കോട്ടയത്ത് മഴക്കെടുതി തുടരുകയാണ്. പുതുപ്പള്ളി മീനടം റൂട്ടിൽ ഞണ്ടുകുളത്ത് തോട് കര കവിഞ്ഞ് വെള്ളം കയറി ഗതാഗതം നിലച്ചു. വെള്ളത്തിൽ ഒഴുക്കിൽ കാർ തകരാറിലായി. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. റവന്യൂ മന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി കാര്യങ്ങൾ വിലയിരുത്തി. പല തവണകളിലായി STMയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലുമുള്ള കളക്ടർമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ദുരന്ത നിവാരണ നടപടിക്രമങ്ങൾക്കും നേതൃത്വം നൽകുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കർണാടകത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് മംഗലാപുരത്തിലൂടെ കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിൻ്റെ വഴിയിലൂടെ നാളെ ഏതാണ്ട് ഇതേ നേരമാകുമ്പോഴേക്കും അറബിക്കടലിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലേക്കായിരിക്കും ഇന്ന് മഴയുടെ പ്രധാനപ്പെട്ട കേന്ദ്രീകരണം ഉണ്ടാകുന്നത്. തെക്കൻ മേഖലയിൽ പതുക്കെ അത് ദുർബലമായി തുടങ്ങി. ഈ വാർഡിലെ 100-ൽ-പരം വീടുകളിൽ വെള്ളം കയറി, റൂമിനകത്തൊക്കെ വെള്ളം കയറി. രാത്രി തന്നെ വെള്ളം വരുമെന്നുള്ള അറിയിപ്പുള്ളതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ സന്നദ്ധ സംഘടനകളുമായിട്ട് ചെന്ന് ഫ്രിഡ്ജ് അടക്കമുള്ള സാധനങ്ങൾ കഴിവതും വീടുകളിൽ ഉയർത്തി വെക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറിനെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി വെളുപ്പിന് 5 മണിക്ക് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഇവരെയൊക്കെ റെസ്ക്യൂ ചെയ്യാനുള്ള എല്ലാ നടപടികളും ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ 40-40 പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു വീടുകളിൽ തന്നെ 2ാം നിലയിലൊക്കെ കയറി ഇരിക്കുകയാണ്. ഇന്നലെ രാവിലെ തൊട്ട് കനത്ത മഴയായിരുന്നു. ഒരു 12 മണി കഴിഞ്ഞാണ് നമുക്കിപ്പോൾ അറിയിപ്പ് കിട്ടിയത്. ഇവിടെയെല്ലാം വെള്ളം കയറി ഭയങ്കര പ്രശ്നമാണ്. അന്നേരം തന്നെ നമ്മൾ ക്യാമ്പ് തുടങ്ങി. ആയുർവേദ ഹോസ്പിറ്റലാണ് ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെ ഒരു ഫയർഫോഴ്സ് എല്ലാം നമ്മൾ അറിയിച്ച്, അന്നേരം തന്നെ വിവരങ്ങൾ അറിയിച്ച്, തഹസിൽദാരും എല്ലാം വിളിച്ച് അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും വന്ന് ആൾക്കാരെല്ലാം മാറ്റി. ഇനിയിപ്പോൾ ഒരു സ്ഥലത്തൂടെ ഉള്ള ആൾക്കാരെ നീക്കം ചെയ്യാനായിട്ട് എല്ലാവരും ക്യാമ്പിലോട്ട് പോയി. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ജോസി, കോട്ടയത്ത് ഇപ്പോഴും കാര്യമായി മഴ പെയ്യുന്നുണ്ടോ? എവിടെയൊക്കെയാണ് മഴ ആളുകളുടെ ജനജീവിതത്തെ ബാധിച്ചത്? എന്തൊക്കെ തരത്തിലുള്ള ആശ്വാസ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് അവിടെ? നിഷാദ്, കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ മഴക്കെടുതികൾ ഒടുങ്ങുന്നില്ല. മഴക്കെടുതികൾ രൂക്ഷമാണ്. വിവിധയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ 12 മണിക്കൂറായും പലയിടത്ത് മഴ മാറി നിൽക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ മിനിച്ചിൽ, മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ചെറുതോടുകൾ കരകവിഞ്ഞാണ് വിവിധയിടങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട പാമ്പാടി, പുതുപ്പള്ളി പഞ്ചായത്ത്, മീനടം എന്നിവിടങ്ങളിലും വാകത്താനത്തുമൊക്കെയും വലിയ ദുരിതമാണ് ആളുകൾക്ക് ഈ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നുണ്ടായിരിക്കുന്നത്. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വാകത്താനം പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. കൈതേപ്പാലത്ത് ഒറ്റപ്പെട്ട ആളുകളെ ഫയർഫോഴ്സ് എത്തി നീക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ അല്പം മുമ്പ് പങ്കുവച്ചിരുന്നു. അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എന്തായാലും ജില്ലയിൽ അതിരൂക്ഷമായ മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. രാവിലെ ഞണ്ടുകുളത്ത് പാലത്തിൽ വെള്ളം കയറി വാഹനം തകരാറിലായി അവിടെ അപകടമുണ്ടായി. പക്ഷേ വാഹനത്തിലുണ്ടായിരുന്ന പാമ്പാടി സ്വദേശിയായ വൈദികൻ രക്ഷപ്പെടുകയും ചെയ്തു. രാവിലെ മകളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് മടങ്ങുന്ന വഴിയായിരുന്നു ഈ അപകടമുണ്ടായത്. എന്തായാലും ജില്ലയിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്ക് അടക്കമുള്ള യാത്രകൾക്ക് നിരോധനമുണ്ട്. ഖനന പ്രവർത്തനങ്ങൾ 4-ാം തീയതി വരെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലവീഴ, പൂഞ്ചിറ, മാറമല അരുവി, ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാതൊരു കാരണവശാലും സഞ്ചാരികളെ അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മഴക്കാല വിനോദത്തിനായി എവിടേക്ക് ആരും എത്തണ്ട എന്നുള്ള കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മണിമല, മീനച്ചിലാറുകളിലെ ജലനിരപ്പ് ഉയരുന്നത് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ദുരിതത്തിന് കാരണമാകും. പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്ന കുമരകം, തിരുവാർപ്പ് പഞ്ചായത്തിലേക്കൊക്കെ വെള്ളം ഒഴുകിയെത്തും. അങ്ങനെ ആ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴ പൂർണ്ണമായും മാറി നിന്നാലേ ജില്ലയ്ക്ക് ആശ്വസിക്കുവാൻ വകയുള്ളൂ. എന്തായാലും ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ പെയ്ത മഴ ഇന്നലെ രാത്രി വരെ ശക്തമായി അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് ജോസി ബാബു വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് പലയിടത്തും കാര്യമായ മഴ പെയ്ത് ജനജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണ് അല്പസമയം മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. കാര്യമായ മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അവിടെ നിന്ന്